കണ്ണൂർ പാനൂർ ആശുപത്രിക്കായി നടത്തിയ ജനകീയ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട വിവാദം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നു. പിരിച്ച പണം 10 വർഷമായിട്ടും എന്തു ചെയ്തു എന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതാണ് അന്ന് പണം നൽകിയ ആളുകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തു വരാൻ കാരണം. 10 വർഷം മുമ്പ് പാനൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് കൂടുതൽ സ്ഥലം വാങ്ങാനും കെട്ടിടം പണിയാനുമാണ് ജനകീയ കൂട്ടായ്മയിലൂടെ ഫണ്ട് ശേഖരണം നടത്തിയത്. കോടിക്കണക്കിന് രൂപ പാനൂർ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് ഇതിനായി പിരിച്ചെടുത്തു എന്നാണ് വിവരം. എന്നാൽ പണം പിരിച്ചതല്ലാതെ ആശുപത്രിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഒന്നും നടന്നില്ല. വർഷങ്ങൾക്കിപ്പുറം പിരിച്ച തുക എവിടെയാണെന്നോ ആ പണം കൊണ്ട് എന്ത് ചെയ്തു എന്നോ വ്യക്തതയില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ആശുപത്രിക്കായി പണം നൽകിയ ആളുകൾ തന്നെയാണ് ഫണ്ട് പിരിവ് കമ്മിറ്റിയിലുണ്ടായ മുൻ മന്ത്രിയും MLA-യുമായ KP മോഹനൻ അടക്കമുള്ള ആളുകൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയത് 4.5 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 4.5 കോടി രൂപ പിരിച്ച പണം പിരിച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ ഭാഗമായിട്ട് റെസീറ്റ് കൃത്യമായി ഓഡിറ്റ് ചെയ്യണം. ആ റെസീറ്റ് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് അത് സർക്കാരിന് ഈ പണം കൈമാറണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പൊതുപ്രവർത്തകനായ മനീഷ് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തെ സംബന്ധിച്ച് നൽകിയ പരാതിയിലെ അന്വേഷണം എങ്ങും എത്താത്തതിനെ തുടർന്ന് നിയമ നടപടിയും ഇദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കണ്ണൂർ.